വെൽക്കം ടു ഫീനാസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ രുചികരമായിട്ടും അതുപോലെ തന്നെ എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു തേങ്ങയരച്ച മീൻകറിയാണ്. ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന മീൻകറിയുടെ അതേ കളറിലും രുചിയിലും പെർഫെക്റ്റായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കിയെടുത്താൽ എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ നോക്കാം ഈ മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. കറി തയ്യാറാക്കാനായിട്ട് വലിയൊരു വറ്റ കഷ്ണങ്ങളാക്കിയത് ഏകദേശം 1 കിലോയോളം എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ സ്റ്റവിൽ വെച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 5-6 വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർക്കേണ്ടത് 6-7 ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതാണ്. തീ നന്നായി കുറച്ച് വെച്ച് ഇതുപോലെ വഴറ്റി കൊടുക്കണം. ഒരുപാടങ്ങ് മൂത്ത് പോകണ്ട, ചെറുതായി ഒന്ന് കളറൊക്കെ മാറി സോഫ്റ്റായി വന്നാൽ മാത്രം മതി. ഇത്രയും തന്നെ ആയിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. രണ്ടും കൂടി മിക്സ് ചെയ്തെടുത്തതാണ്. മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ചേർക്കേണ്ടത് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയാണ്. പൊടികളൊക്കെ ചേർത്ത ശേഷം എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ പൊടിയുടെ പച്ചമണമൊക്കെ മാറി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ചേർക്കേണ്ടത് 1 കപ്പോളം ചിരവിയ തേങ്ങയും കൂടിയാണ്. ഇനി തീ നന്നായി കുറച്ച് വെച്ചിട്ട് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ചെറുതായി ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ തേങ്ങാക്കൂട്ട് നന്നായി തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു മിക്സി ജാറിലിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. ഇനി പെട്ടെന്ന് പാനിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഈ തേങ്ങാക്കൂട്ട് മാറ്റി വയ്ക്കാം. തണുത്ത് കഴിയുമ്പോൾ ഒരു മിക്സി ജാറിൽ അരയാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. കണ്ട ഈ പരുവത്തിൽ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം, തരിയൊന്നും പാടില്ല. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അതിനായി ഒരു മൺചട്ടി സ്റ്റവിൽ വെച്ച് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ചെറുതായി ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ കുറച്ച് കരിവേപ്പിലയും ചേർത്ത് കൂടെ തന്നെ നടുവേക്ക് കീറിയ 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് 10-12ഓളം ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സ്റ്റവ് മീഡിയത്തിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും ഇടയ്ക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഉള്ളിയെല്ലാം നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതുപോലെ 2 മിനിറ്റ് വഴണ്ട് കഴിയുമ്പോൾ ഉള്ളിയുടെ കളറൊക്കെ മാറി പച്ചമണമൊക്കെ പോയിട്ടുണ്ടാകും. 2 മിനിറ്റ് ഇതുപോലെ വഴറ്റി കഴിയുമ്പോൾ ഉള്ളിയുടെ പച്ചമണമൊക്കെ പോയി ചെറിയൊരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് വലിയൊരു പഴുത്ത തക്കാളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയെല്ലാം നന്നായി വെന്ത് സോഫ്റ്റായി വരുന്നവരെ 2 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായി വെന്ത് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങാക്കൂട്ടില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ച മിക്സിയിൽ 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് അതും കൂടി ഈ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി എത്രത്തോളം കട്ടിയിൽ ചാറ് വേണം എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ കറിയിലേക്ക് 1 കിലോ അളവിൽ മീനാണ് ചേർക്കുന്നത്, അപ്പോൾ ഇത്ര തന്നെ ചാറ് വേണം. അതുപോലെ തന്നെ അല്പം ഗ്രേവിയോടുകൂടിയ ഒരു മീൻ കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇനി ഈ കറി ഒന്ന് തിളച്ച് വരട്ടെ. 5 മിനിറ്റ് നേരം നമുക്ക് ഈ ചട്ടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ കറി ചെറുതായി തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പുളിക്ക് വേണ്ടി ഇവിടെ 3 കുടംപുളി കഴുകി വൃത്തിയാക്കിയതും ഇതുപോലെ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നോക്കാം ഉപ്പും പുളിയുമൊക്കെ പാകത്തിനുണ്ടോ എന്ന്. ഉപ്പ് കുറച്ച് കുറവുണ്ട്, അതിനായി 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം ഒന്നുകൂടി മിക്സ് ചെയ്ത് കറി നല്ലപോലെ തിളച്ച് വരട്ടെ. ഇപ്പോൾ ചാറൊക്കെ ചെറുതായി കുറുകി വന്നിട്ടുണ്ട്. ഇനി മീൻ കഷ്ണങ്ങൾ ഓരോന്നായി കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി സ്റ്റവ് മീഡിയം ഫ്ലെയിമിൽ നിന്ന് കുറച്ച് താത്തി വെച്ച് കൊടുത്തിട്ട് മീൻ വേവുന്ന വരയ്ക്കും അടച്ച് വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഓരോ 3-4 മിനിറ്റ് കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അടപ്പ് തുറന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ. സ്പൂണൊക്കെ ഇട്ട് ഇളക്കിയാൽ മീനെല്ലാം പൊടിഞ്ഞു പോകും. അതിന് പകരമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് 5-6 മിനിറ്റും കൂടി ചാറൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം.
നമ്മുടെ ആവശ്യമനുസരിച്ച് ഇത്ര ചാറ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വറ്റിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ തയ്യാറാക്കുന്നത് അല്പം ഗ്രേവിയോട് കൂടിയുള്ളൊരു മീൻ കറിയാണ്. തേങ്ങ അരച്ച മീൻ കറി ആയതുകൊണ്ട് സ്റ്റൗ ഓഫ് ചെയ്താലും കുറച്ച് ഇരുന്നങ്ങ് കുറുകിപ്പോകും. അപ്പോൾ അതനുസരിച്ച് വേണം ചാറൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ചാറൊക്കെ പാകത്തിന് വറ്റി നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് നമ്മുടെ മീൻ കറി. നമ്മളിന്ന് തയ്യാറാക്കിയ മീൻ കറിയിൽ എരിവും ഉപ്പും പുളിയും എല്ലാം പാകത്തിനുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് സ്റ്റൗ ഓഫ് ചെയ്യാം. ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ രീതിക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ ഒരു മീൻ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.